എല്ലാവർക്കും ഈ കല്ലുമ്മക്കായ് ഭയങ്കര ഇഷ്ടമല്ലേ? നമ്മുടെ നാട്ടിൽ കടുക്കാന്നാണ് പറയുക. അപ്പോൾ പെട്ടെന്നൊരു രാത്രി ഞങ്ങൾക്കൊരു പൂതി ഉണ്ടായതാണ് കേട്ടോ. കല്ലുമ്മക്കായ് നല്ല വറുത്തരച്ചിട്ടുള്ളൊരു കറി കൂട്ടാൻ ഭയങ്കര നോണം. അങ്ങനെ ഞാനും ഏട്ടനും കൂടി രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും ബീച്ചിലേക്ക് ചെന്ന് വേഗം കല്ലുമ്മക്കായൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, വേഗം തന്നെ കല്ലുമ്മക്കായ ഒരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പുല്ല് പുറമേത്തുള്ള പുല്ലൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം തന്നെ അതിനെ വേവിക്കാൻ വെക്കാൻ കേട്ടോ. പുഴുങ്ങിയിട്ട് എടുക്കാമെന്ന് പറയാം. അപ്പോൾ ചില ആൾക്കാർ പച്ചയ്ക്കും എടുക്കാറുണ്ട്. പച്ചയ്ക്ക് എടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് വേഗം പുഴുങ്ങിയിട്ട് എടുക്കാണ് കേട്ടോ. അതിൻ്റെ തോടൊക്കെ തുറന്ന് വന്ന് പിന്നെ അതിന് ചൂടൊക്കെ മാറാൻ വേണ്ടി വെച്ച് അതിൻ്റെ അകത്ത് കല്ലുമ്മക്കായ് മാത്രം വേർതിരിച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് സൈഡാക്കി വെക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാൻ പോവാണ് കേട്ടോ. അതിന് നമുക്ക് ഞാൻ ഒരു മുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എന്നീ സാധനങ്ങളൊക്കെ ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറുത്ത് എടുക്കണം. കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ഒഴിച്ചേക്കരുത്. ഇങ്ങനെ തന്നെ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം വെന്ത സാധനമല്ലേ, അപ്പം നന്നായിട്ട് പേസ്റ്റ് പോലെ ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ എടുക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. വലിയുള്ളി നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല എന്നീ സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഞാൻ ചേർക്കുന്നത് പച്ചക്കായാണ് കേട്ടോ. ചില ആൾക്കാർ ഉരുളക്കിഴങ്ങ് ചേർക്കാറുണ്ട്, ചില ആൾക്കാർ രണ്ടും ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ പച്ചക്കായ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനൊരു 2.5 ഗ്ലാസോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കടുക്ക വെന്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ കല്ലുമ്മക്കായ് ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ചേർക്കേണ്ടത് വളരെ സൂക്ഷിച്ച് വേണം. കാരണം ഇതിൻ്റെ അകത്ത് വെന്ത വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് അത്യാവശ്യം നല്ല ഉപ്പുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ കല്ലുമ്മക്കായലും. അപ്പോൾ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്ചറും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരുപാട് നേരം തിളക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഇതിനകത്ത് വെന്തതാണ്. നമ്മൾ തേങ്ങയൊക്കെ ഓൾറെഡി വറുത്തരച്ച് വെച്ചതാണ്. അതിൻ്റെ ഉള്ളിൽ 2-3 മിനിറ്റുള്ളിൽ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പം നമ്മൾ കല്ലുമ്മക്കായ് കറി ഇവിടെ റെഡിയാണ്.